നമസ്കാരം. യുദ്ധം ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല. യുദ്ധം നമ്മൾ ദൂരെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുമെങ്കിലും, അല്ലെ ത്രില്ല് നൽകുമെങ്കിലും, യഥാർത്ഥത്തിൽ യുദ്ധക്കെടുതി നേരിടുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മാനസിക വൈകൃതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇസ്രായേൽ ഇറാൻ യുദ്ധം കഴിഞ്ഞെങ്കിലും ഞാനിപ്പോൾ ഇതേക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ നമ്മൾ നോക്കിക്കണ്ടത് നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ്. ഇസ്രായേൽ ഏറെക്കാലമായിട്ട് ഏകദേശം ഏതാണ്ട് 2 വർഷത്തോളമായി ഗാസയിൽ കയറിക്കൂടി അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ, നിരായുധരായ സാധാരണക്കാരെ, കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം നിർദ്ദയം കൊന്നു തള്ളുകയും അവർക്കെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ പോലും ഈ ലോകത്ത് ഒരു രാജ്യവും ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ആ ഇസ്രായേലിനെ പത്തയ്ക്ക് നോക്കി അടിക്കാൻ ഒരു രാജ്യം ഉണ്ടാവുകയും അങ്ങനെ അടിക്കാനുള്ള അവസരം അവർക്ക് ഇസ്രായേൽ തന്നെ ഇട്ടുകൊടുക്കുകയും ചെയ്തത് കണ്ടതുകൊണ്ടാണ്. തെറ്റ് ചെയ്യുന്നവൻ, ദുഷ്ടത ചെയ്യുന്നവന് ശിക്ഷ കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും. പാവപ്പെട്ടവർ ദുരിതത്തിലായിരിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകുന്നത് പോലെ തന്നെ ദുഷ്ടൻ അടി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ദുഷ്ടൻ നശിക്കണമെന്നാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ ദുഷ്ടതയുള്ളവൻ മാനസികമായിട്ട് നന്മയിലേക്ക് മാറുകയോ നല്ലവനായി മാറുകയോ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദുഷ്ടൻ അതിന് തയ്യാറാകാതെ അവൻ്റെ ദുഷ്ടത്തരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിട്ടാരെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കില്ല. എന്നാൽ ഈ ദുഷ്ടത ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് അവരുടെ ദുഷ്ടതയൊന്നും കാണാതെ അതിനെയൊക്കെ അവർ ന്യായീകരിച്ചുകൊണ്ട് പിന്തുണയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് തുല്യരാണ്. കൊലപാതകം നടത്തുന്ന വ്യക്തിയെപ്പോലെ തന്നെ കൊലപാതകം നടത്താൻ സമ്മതം കൊടുക്കുന്നവരും മൗനാനുവാദം കൊടുക്കുന്നവരും അതിന് പ്രേരണ കൊടുക്കുന്നവരും കുറ്റക്കാരാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ഒരു രാജ്യം നീചമായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മതം മാത്രം നോക്കി, മറ്റൊന്നും അവർ നോക്കുന്നില്ല, മതം മാത്രം നോക്കി അവരെ പിന്തുണയ്ക്കുന്ന ഏത് വ്യക്തിയായാലും ശരി, അവർക്ക് മനുഷ്യത്വം ഇല്ലാത്തവരാണ്. കാരണം മനുഷ്യത്വമുള്ളവർക്ക് മതമുണ്ടാകില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു വാർത്ത, നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ യമനിലെ കോടതി വിധിച്ച വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി കാന്തപുരം മുസ്ലിയാർ ഇടപെട്ടെന്നും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഇപ്പോൾ അവരുടെ വധശിക്ഷ നാളെ ജൂലൈ മാസം 16-ാം തീയതി നടക്കാനിരുന്ന വധശിക്ഷ മാറ്റിവെച്ചുവെന്നും അവരുടെ മോചനം ഇപ്പോൾ ഏതാണ്ട് സാധ്യമായൊരു തലത്തിലേക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിയെന്നുമാണ് നമ്മളറിയുന്നത്. എന്നാൽ ഈ സംഭവം നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നിമിഷപ്രിയ ഒരു ഹിന്ദുവാണ്, ഹിന്ദുവാണ്. കാന്തപുരം ഒബ്വിയസ്ലി ഒരു മുസ്ലിമാണ്. ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ സഹായത്തോടെ ഒരു ഹിന്ദു രക്ഷപ്പെടേണ്ട കാര്യമില്ല, അവൾ ചത്താലും കുഴപ്പമില്ല എന്ന് ചില ആൾക്കാർ ചിലയിടങ്ങളിൽ കമൻ്റ് ഇട്ടിരിക്കുന്നതും കണ്ടു. അപ്പോൾ ഇവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്? മതവെറി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തി പോലും ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായിട്ട് ജനിക്കുന്നില്ല. അവൻ ഏത് വീട്ടിലാണോ ജനിക്കുന്നത്, അവൻ്റെ അപ്പനും അമ്മയും ഏത് മതത്തിലുള്ള ആളാണോ അങ്ങനെ മാത്രമാണ് അവൻ ആ മതത്തിൻ്റെ ഭാഗമാകുന്നത്. അല്ലാതെ അവൻ്റെ ഓൺ ഡിസിഷൻ ഒന്നുമല്ല. അവൻ്റെ കുറ്റമേ അല്ല അവൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ അവൻ ചെറുപ്പം മുതൽ അറിഞ്ഞു വരുന്ന കാര്യങ്ങൾ, ചെറുപ്പം മുതൽ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ബന്ധുക്കളുമൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നില്ല, അവരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അവൻ ആ മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയും ഏതെങ്കിലും മതവും പേര് ഭൂമിയിലിട്ട് ജനിക്കുന്നില്ല. എല്ലാ വ്യക്തികളും വെറും മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ മതം. മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും മതമില്ല. കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഒരു ജീവജാലങ്ങൾക്കും മതമില്ല. മനുഷ്യൻ എന്ന് പറയുന്ന വിവരം കെട്ട ജാതിയെ, ബോധവും പൊക്കണവുമില്ലാത്ത മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി പഴയ കാലത്ത് ബുദ്ധിയുള്ള ആൾക്കാർ അവരെ ശരിയായ മാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ചില ആശയങ്ങളാണ് പിന്നീട് മതങ്ങളായിട്ട് മാറിയത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്നത്തെ വ്യക്തികൾക്കില്ല. അവർ മതവെറി ഉള്ളിൽ നിറച്ച് സ്വയം വെറുത്ത് മറ്റുള്ളവരെ വെറുപ്പിച്ച് ജീവിക്കുകയാണ്. ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു മനുഷ്യ സ്ത്രീയായിട്ടും കാന്തപുരത്തിനെ ഒരു മനുഷ്യനായിട്ടും മാത്രം കാണേണ്ടതിന് പകരം അവർ കാണുന്നത് ഒരു ഹിന്ദുവിനെയും ഒരു മുസ്ലിമിനെയുമാണ്. ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടാണ് അതിനെ അവർ അസസ് ചെയ്യുന്നത്. ഇത്രയ്ക്കൊന്നും നമ്മുടെ രാജ്യം പണ്ട് അതുപതിച്ചിരുന്നില്ല. ഈ മതക്കാരെല്ലാം പണ്ട് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന
ഈ ഒരു ജനറേഷൻ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-15 കൊല്ലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് മതവെറി അതിൻ്റെ രൂക്ഷതയിലേക്ക്, അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സെൻസർ ബോർഡ് ജാനകി എന്ന് പറയുന്ന ഒരു പേര് വെച്ചുകൊണ്ട് അഭ്യാസം കാണിച്ചത്. ഈ രാജ്യത്ത് എത്രയോ ജാനകിമാരുണ്ട്, എത്രയോ കഥാപാത്രങ്ങൾക്ക് ജാനകി എന്ന പേര് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പേര് വലിയൊരു വിഷയമാണ്. ജാനകി എന്ന പേര് കഥാപാത്രത്തിന് ഇടാൻ പാടില്ല, ജാനകിക്ക് ഇനീഷ്യലിട്ട് കൊടുക്കണം. ഏതോ ഒരു വക്കീല് സെൻസർ ബോർഡിന് ഒരു RTI അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. അതായത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പേര് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് യുദ്ധത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു രസകരമായ വാർത്ത ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെതന്യാഹു അണ്ണൻ വളരെ വിചിത്രമായ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ അണുവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളവർക്ക് വലിയ നിർബന്ധമാണ്. പാകിസ്ഥാൻ ഉണ്ടാക്കാം, ഇസ്രായേലിനാവാം, അമേരിക്കയ്ക്കാവാം, മറ്റെല്ലാ രാജ്യങ്ങൾക്കും ആവാം. പക്ഷേ ഇറാൻ മാത്രം അണുവായുധം ഉണ്ടാക്കാൻ പാടില്ല. ഇറാൻ അണുവായുധം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ അതിനുവേണ്ടി അമേരിക്ക ഇടപെടുകയോ ഇടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇറാൻ 480 കിലോമീറ്ററിനപ്പുറം പോകുന്ന മിസൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നപ്പോഴും ഇപ്പോഴും ഇറാൻ കനത്ത പരാജയം ഏറ്റുവാങ്ങി ഇറാനെ ഇസ്രായേൽ കയറി മെതിച്ചു എന്നൊക്കെ പറയുന്ന വിദ്വാന്മാർ കേട്ടില്ലെങ്കിൽ കേട്ടോണം. നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ഇറാനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി അവർ 480 കിലോമീറ്ററിനപ്പുറം പോകുന്ന മിസൈൽ ഉണ്ടാക്കാത്ത പരുവത്തിലേക്ക് എത്തിക്കണം എന്നതാണ്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ട് നെതന്യാഹുവിനെ. അദ്ദേഹം പറയുന്നത്, നെതന്യാഹു ഇറങ്ങിപ്പുറപ്പെട്ട് പരാജയം ഏറ്റുവാങ്ങി മുമ്പിൽ വെച്ചിരുന്ന യാതൊരു ലക്ഷ്യവും നേടാനാവാതെ ഇറാനിലെ സർക്കാരിനെ ഇപ്പോൾ ഞങ്ങൾ അട്ടിമറിക്കും എന്നുള്ള ധാരണയിൽ നടത്തിയ യുദ്ധത്തിൻ്റെ ഒടുവിൽ ഇറാൻ സർക്കാരിനെ അവിടുത്തെ ജനങ്ങൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറെ പിന്തുണയ്ക്കുന്ന ഒരു സീനാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാനിൽ അവിടുത്തെ സർക്കാരിന് എതിരെ നിന്ന ആൾക്കാർ പോലും ഇപ്പോൾ സർക്കാരിന് പിന്തുണയാണ്. കാരണം അവരെപ്പോലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഇറാൻ നടത്തിയത്. ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുണ്ട്, 2000 കിലോമീറ്ററിനപ്പുറം റേഞ്ചുള്ള മിസൈലുകൾ നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം അതുണ്ടാക്കി കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾ തെറ്റിദ്ധരിക്കും, അവരെ ആക്രമിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇസ്രായേൽ വരെ ചെല്ലുന്ന മിസൈൽ നമുക്ക് മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ച് അവർ 1500 മുതൽ 2000 കിലോമീറ്റർ ദൂരം വരെ ചെല്ലുന്ന മിസൈലുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരം മിസൈലുകളുടെ ആക്രമണത്തിൽ നിന്നും സ്വന്തം രാജ്യത്തെ പരിരക്ഷിക്കാൻ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടുള്ള, യൂറോപ്പിൻ്റെ ഫുൾ സപ്പോർട്ടുള്ള ഇസ്രായേലിന് സാധിക്കാതെ പോയതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ആക്രമണം വന്നാലും ശരി അത് തങ്ങൾക്ക് നേരിടാൻ പറ്റില്ല എന്നുള്ള ഭയത്തിൽ നിന്നുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത്, എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ട് ഈ മിസൈൽ ഉണ്ടാക്കിക്കലൊന്ന് നിർത്തിച്ചിട്ട് അവരെ കൊണ്ടൊരു കുറച്ച് ദൂരം പോകുന്നതൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, ഇത്രയും ദൂരം വരുന്നൊന്നും ഉണ്ടാക്കരുത്, അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം, ഇസ്രായേലിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവർ ശരിക്കും പാഠം പഠിച്ചിരിക്കുകയാണ്. അവർക്ക് ഇതുപോലെയൊന്നും ആയിരുന്നില്ല കിട്ടേണ്ടിയിരുന്ന് പലരും പറയുന്നത് ശരിയാണ്. കാരണം അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അത്രയേറെ ഉണ്ട്. ഞങ്ങളുടെ പിന്നിൽ ഇഷ്ടം പോലെ കാശുകാരുണ്ട്, ഞങ്ങളുടെ പിന്നിൽ ആയുധം തരാൻ വലിയ വലിയ രാജ്യങ്ങളുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് ആരെയും എന്തും ചെയ്യാം, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവർ ഇറാനെ ആക്രമിക്കാൻ പോയത്. വളരെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 1980-ലാണോ 81-ലാണോ എനിക്ക് കൃത്യമായിട്ട് കൊണ്ട് ഓർമ്മയില്ല, ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് വന്ന സമയത്ത് തന്നെ ഇറാനെ ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചതാണ് ഇറാഖിലൂടെ. അന്ന് ഇറാൻ്റെ പക്കൽ ഒന്നുമില്ല, നല്ലൊരു പട്ടാളം പോലുമില്ല. അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പട്ടാളത്തെ വെച്ചുകൊണ്ടാണ് ഇറാഖിനെ നേരിട്ടത്. ആ യുദ്ധത്തിൽ ഇറാഖിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാം പിന്തുണയുണ്ടായിട്ടും ഇറാനെ തകർക്കാൻ അവർക്ക് പറ്റിയില്ല. 7-8 കൊല്ലമായി യുദ്ധം നീണ്ടിട്ടും അവർക്ക് ഇറാനെ തകർക്കാൻ പറ്റിയില്ല. അന്നത്തെ ആ ഇറാനിൽ നിന്നും ഇന്നത്തെ ഇറാൻ എന്ന് പറഞ്ഞാൽ ബഹുദൂരം സഞ്ചരിച്ചു വന്ന ഇറാനാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെയാണ് നെതന്യാഹു ചെന്ന് കയറിക്കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര കാലം യുദ്ധം ചെയ്താലും ശരി ഒരു മടുപ്പുമില്ലാതെ അത് ചെയ്യാൻ വലിയ ഉത്സാഹമുള്ള നെതന്യാഹു 10 ദിവസം കഴിഞ്ഞപ്പോൾ നിലവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ പിന്നാലെ ഓടി ട്രംപ് ഇടപെട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ നെതന്യാഹു പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കളിക്കാനില്ല, നിങ്ങൾ നിങ്ങളുടെ മിസൈലൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുട്ടി മിസൈൽ ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളെ വെടിവെക്കരുത്, നിങ്ങൾ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് ഇങ്ങ് വരെ വരികയും ചെയ്യണം. ഞങ്ങളിവിടെ അടുത്തുനിന്ന് വരുന്ന റോക്കറ്റും അതുമൊക്കെ തടയാനാണ് ഇവിടെ അയർഡോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആവശ്യമാണ് അതിയാനിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേലി ഭക്തന്മാർക്കെല്ലാം ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും,
നിങ്ങൾ ഇത്രയും നാളും തോളിൽ ചുമന്നു നടന്ന സാധനം ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഇനി നെതന്യാഹുവിൻ്റെ പുതിയ പുതിയ ആവശ്യങ്ങൾ വല്ലതും വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. താങ്ക് യു.